എവരിവൺ എല്ലാവരും സുഖമായി ഹാപ്പി ആയിരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ വീട്ടിലേക്കാണ്, പെരിയക്ക്. അവിടെ അപ്പൂൻ്റെ വകയായിട്ട് ഭജന മന്ദിരത്തിലൊരു ഭജനുണ്ട്. അതിനാണ് ഇപ്പോൾ നമ്മൾ പോകുന്നില്ലത്. ഇതിന് തൊട്ട് മുമ്പിലെ വീഡിയോ നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡെയിലി വ്ളോഗ് ഇടണം എന്നല്ലായിരുന്നു പ്ലാൻ. പക്ഷേ ഗൗരിൻ്റെ എക്സാം അതിൻ്റെ ഇടയിൽ വന്നിട്ടായിരുന്നു, പ്ലാനിങ് എല്ലാം തെറ്റി. അങ്ങനെ ഒരു 6:00 നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും മൂത്തമ്മയും മിഞ്ചേച്ചിയും നീതും എല്ലാവരും നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭക്ഷണം ഉണ്ടാക്കണം. അയ്യപ്പന്മാർക്ക് നമ്മൾ ഇവിടുന്ന് ഭജനം കഴിഞ്ഞിട്ട് വരുമ്പോൾ ഭക്ഷണം കൊടുക്കേണ്ടത് നമ്മളെ വകയാണ്. അപ്പോൾ ഉണ്ടിയും കടലക്കറിയാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നില്ല. ഇത് ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടില്ല, ഇപ്പോൾ വൈകുന്നേരം കഴിക്കാനില്ല ഉപ്മാവ് റെഡിയാക്കിയതാണ്. ഉണ്ടാ എത്ര ഉണ്ട് ഇത്? എല്ലാം ഒന്നാക്കി ചേച്ചിയെല്ലാം നേരത്തെ വന്നിട്ട് എല്ലാം പണിയെല്ലാം തുടങ്ങിയിന് കേട്ടാ. ആയോ ഇപ്പം ഇത് ആയാ ശലേമ ഒന്ന് കാണിച്ചടാ. ഇത് എപ്പോഴും ഇതന്നെ വിളി. അതാ വിളിക്കുന്നേ. ഇല്ല വരുന്നുണ്ട്. ഇതുണ്ടല്ലോ എൻ്റെ മൂത്തമ്മേരെ മോൻ, അതായത് എൻ്റെ ഏട്ടൻ US-ലാണ്. അപ്പോൾ അവർ ഫാമിലിയെല്ലാം അവിടെ തന്നെയാണ്. അപ്പോൾ മൂത്തമ്മയും മുത്തപ്പനും, അതായത് അമ്മേരെ ചേച്ചിയും ഭർത്താവും കൂടി അമേരിക്കയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ തിരിച്ചു വരുമ്പോൾ ഏട്ടൻ്റെ മോള് ഗൗരിക്കും കുഞ്ഞുമോനും പിന്നെ ചേച്ചിയുടെ മക്കൾക്കും എല്ലാവർക്കും ആയിട്ട് അവളെ വകയായിട്ട് ഒരു ഗിഫ്റ്റ് കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂത്തമ്മ വന്നതിന് ശേഷം, തിരിച്ചു വന്നതിന് ശേഷം ഞങ്ങൾ ഇപ്പാന്ന് ആദ്യമായിട്ട് പെരിയൊക്കെ പോകുന്നുള്ളത്. അപ്പോൾ ഇവിടെ ഗിഫ്റ്റ് കൊണ്ടുവച്ചിട്ടുണ്ടെന്ന് ഗൗരിക്ക് അറിയാം. അപ്പോൾ കയ്യിൽ ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ വീഡിയോ കോൾ വിളിച്ചിട്ടുമ്പോൾ എപ്പോഴും അമ്മയോട് ഇത് കാണിച്ചു കൊടുക്കലാന്ന് അമ്മക്ക് പണി, ഗൗരിക്ക് കാണിച്ചു കൊടുക്കലാന്ന് അമ്മക്ക് പണി. അപ്പോൾ ഇപ്പോൾ അന്ന് ഗൗരിക്ക് അത് കയ്യിൽ കിട്ടിയിട്ടില്ലേ, അതിൻ്റെ സന്തോഷമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഡിസ്നി പ്രിൻസസിൻ്റെ തീമിലെ ഒരു ആക്ടിവിറ്റി ബുക്കല്ല, ആക്ടിവിറ്റി ഷീറ്റും പിന്നെ സ്റ്റിക്കറെല്ലാം കൂടിയിട്ടുള്ള ഒരു അടിപൊളി സംഭവമായിരുന്നു കേട്ടോ. നോക്കട്ടെ ഫുള്ള് എടുത്ത്. എനിക്കറിയാം അതെന്താ പുറത്തേക്ക് എടുക്കാത്തത്. ഓന് വേറെ ഉണ്ട്, നീ അത് നോക്കട്ടെ, ഞാനൊന്ന് എടുക്കാൻ. കൊറേ സ്റ്റിക്കർ ഉണ്ടല്ലോടാ. സ്റ്റിക്കർ അല്ല ഇങ്ങനത്തെ കളർ കൊടുക്കണ്ടേ? ഓൻ്റെത് അങ്ങനത്തെ തീമായിരിക്കും. കുഞ്ഞുമണിരുതോ കല്ല വീടലാക്കിനാ ഇല്ലത്. ഹായ് മോനെ. അങ്ങനെ ഭജനമന്ദിരത്തിലേക്ക് പോകാനുള്ള സമയം ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ചായയും കുടിച്ചിട്ട് നേരെ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി നോക്കുന്നതാണ്. അതാ അടിയതല പുക വരുന്ന. ഞങ്ങളുടെ ചായക്കുണ്ടായത് ഉപ്മാവും പഴമാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അയ്യപ്പന്മാർക്ക് കൊടുക്കാൻ തന്നെയാണ്. ഉണ്ട തികഞ്ഞില്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ട് ഒരു കരുതലായിട്ട് കുറച്ച് ഉണ്ടാക്കി വെച്ച ആ ചപ്പാത്തി. ഇത് കുറച്ച് ആറാട്ട് മിഠായി മൂത്തമ്മ ഇവിടെ തെയ്യുണ്ടായിരുന്നു. അപ്പോൾ ആടുന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ്. ഇതിൽ ഉണ്ട പോലത്തെ സാധനം മാത്രമേ എനിക്ക് വലിയ ഇഷ്ടമില്ല കേട്ടോ, ബാക്കി അത്ര ഇഷ്ടമല്ല. അങ്ങനെ ഒരു 7:30 ഞങ്ങൾ ഭജന മന്ദിരത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നതാണ്. വാതിലെടുക്കണ്ടേ? വാതിലൊന്നും നടക്കാതെ പോകുന്നത്. ഇല്ല നീ പോലെ അങ്ങനെ ഒരു 9:30 കഴിയുമ്പോൾ തന്നെ ഭജനെല്ലാം കഴിഞ്ഞ് ഭക്ഷണമെല്ലാം കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുന്നതാണ്. അനീഷേട്ടനെല്ലാം കാറിൽ പോയി. നമ്മൾ പിന്നെ എല്ലാവരും കൂടി നടന്നിട്ടാണ് പോയത്. നടന്നു പോകേണ്ട ദൂരം മാത്രമേ ഇല്ലൂ കേട്ടോ ഭജന മന്ദിരത്തിൽ നിന്ന് നമ്മളെ വീട്ടിലേക്ക്. നീതോ ഒന്നുകൂടി ആക്കിയതല്ലേ. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്കെല്ലാം എത്തി. ഇതുണ്ടല്ലോ കൈതിൻ്റെ അടയാണ് കേട്ടോ. കൈത് എന്ന് പറഞ്ഞാൽ ഒരു തറവാട്ടിൽ കഴിക്കുന്ന ഒരു ചടങ്ങാണ്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എനിക്കറിയില്ല. പക്ഷേ ഇതുപോലത്തെ കൈതിൻ്റെ അട ഞാൻ ഇഷ്ടം പോലെ തിന്നിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് അംബികളേമ്മേൻ്റെ വക കൈതുണ്ടായിരുന്നു താഴത്ത്. അപ്പോൾ അങ്ങനെ ആടുന്ന് കൊണ്ടുവന്ന അടയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇരുന്ന് കഴിച്ചു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് കൈതിൻ്റെ അട കഴിക്കുന്നുള്ളത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ്
എത്ര നേരം വൈകിട്ട് അറിയാം ഞങ്ങൾ കിടന്നത്. ഞങ്ങളെല്ലാവരും ഹോളിൽ ഇങ്ങനെ നിരക്കനെ കിടന്നായിരുന്നു. അത് അങ്ങനെയാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും വരുമ്പോൾ ഒന്നിച്ച് എല്ലാവരും കിടക്കും. റൂം ബാക്കിയായിരിക്കും. റൂമിലൊന്നും ആരും കിടക്കാനുണ്ടാവില്ല. ഹോളിൽ എല്ലാവരും അങ്ങ് നിരന്ന് കിടക്കും കേട്ടോ. ഈ കസിൻസ് എല്ലാവരും കൂടി ഒന്നിച്ച് വരുമ്പോൾ വർത്താനം പറയാൻ പ്രത്യേകിച്ച് സബ്ജക്റ്റ് ഉണ്ടാവണമെന്നില്ല, പിന്നെ കിടന്നുറങ്ങാൻ ടൈം ഉണ്ടാവണമെന്നില്ല. ആ ഒരവസ്ഥ തന്നെയാണ് വീടിയുള്ളത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഉറങ്ങി ലേറ്റായിട്ട് തന്നെയാണ് എണീച്ചത് എല്ലാവരും. അങ്ങനെ ഇന്ന് രാവിലെ ചായക്ക് ഇടിയപ്പാന്ന് കേട്ടോ. വായി കണ്ണും വായി നാവും കുറച്ച് അധികം കൊടുത്തിട്ട് ദൈവം. കളി എന്ന് പറഞ്ഞാലേ ആക്റ്റീവാണ് ഭയങ്കരത്തിന് തന്നെ വേണ്ടത്. ആ കുഞ്ഞോക്കില്ലല്ലേ ദോശ വേണോ? കുഞ്ഞാച്ചേ അംബേദ്കറിലെ ഇത് അതെ തിന്ന ഈ വയറ്റിലേക്കാണ് ഇത്തിരി ഇടിയോ. പിന്നെ ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് ചായ കുടിച്ചു. ഇടിയപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഇടിയപ്പവും ചിക്കൻ കറിയായിരുന്നു ഉണ്ടായത്. പിള്ളേർക്കെല്ലാം നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനും നീതും ചേച്ചിയും മൂത്തമ്മയും അമ്മയും അമ്മായിയും എല്ലാവരും ഒന്നിച്ചിരുന്ന് ചായ കുടിച്ചു കേട്ടോ. അങ്ങനെ ഇതൊരു റോ ആയിട്ടുള്ള വീഡിയോ കേട്ടോ. നമ്മൾ റിയൽ ആയിട്ടുള്ള ഞങ്ങൾ എങ്ങനെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. ഞാൻ ഇതിൽ കൂടുതലൊന്നും എഡിറ്റ് ചെയ്തിട്ടില്ല, വോയിസ് ഓവർ അധികം കൊടുത്തിട്ടില്ല. എങ്ങനെയാണോ ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ഇതിൽ കാണുന്നില്ലത്. തലേസത്തെ കടലക്കറിയും കൊണ്ട് മൂത്ത പോകുന്നുണ്ട്. വേണ്ടാന്ന് പറഞ്ഞാലും എനിക്ക് തരും. ഞാൻ എന്താക്കല് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. വളയും കമ്മലെല്ലാം മനസ്സിൽ കൊളത്തൂരമ്മ പോന്നോലും ഓള് കെട്ടിക്കൊടുത്താലും ഓള് അയച്ചു കളയുന്നു. അല്ല ആര് കെട്ടിക്കൊടുത്തറിഞ്ഞ ഓള അങ്ങനത്തെ ഒക്കെ മുടി. ബ്രൂണോക്ക് സങ്കടം തോന്നില്ല ആൾക്കാർ കുറഞ്ഞു കൊടുക്കുമ്പോ. വന്നേല് ഞാൻ ബ്രൂണോനെ വിളിച്ചത്, എന്റെ മോളെ വിളിച്ചില്ല. അവളൊക്കെ എന്റെ മോള് വന്നിട്ട് അമ്മമ്മേ കുഞ്ഞച്ചതവന് ഉള്ളില് അത് ബ്ലൗസ് പച്ച ഞാൻ പറഞ്ഞത് അല്ല എനിക്ക് ഇഷ്ടപ്പെടും.
ഏ? എല്ലാം എടുത്തോ സാരി മറ്റേ ഫോട്ടോയിലെടുത്തോ സാരി ഫോട്ടോയിൽ കറി അടക്കം കൊണ്ടുവന്നുണ്ട്. എന്തെന്ന് മറ്റ ബാഗ് മംഗലാരം പോകുമ്പോൾ ഇവക്ക് വരാലോ. ടാറ്റാ. ക്രിസ്മസിന് വരും. ആ അതാ മറ്റേ ഇത്. അങ്ങനെ എല്ലാവരും പോയി. മിൻ ചേച്ചിയും മൂത്തമ്മയും കിച്ചുവും ദിൽനിയും അങ്ങനെ എല്ലാവരും വന്നവരെല്ലാവരും പോയിട്ടോ. ഇനി ഉച്ചയ്ക്ക് ശേഷം ഞങ്ങളും പോകും കണ്ണൂരേക്ക്. ഇങ്ങനെ ഈ ഭജനത്തിന് വരാൻ വേണ്ടിയിട്ട്. അന്നേരം എല്ലാവരും ഒന്നിച്ച് കൂടുന്നറിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എത്ര ദിവസമായി അറിയോ കാത്തിക്കുന്നത് ഞാനും ഗൗരിയല്ലോ. കാരണം എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ ഒരു ദിവസം ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തോ പെട്ടെന്ന് ആ ദിവസം കഴിഞ്ഞ പോലെ തോന്നുന്നത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹോട്ടലിൻ്റെ മുമ്പിൽ ഇതുപോലെ ഇങ്ങനെ ഗാർഡൻ ചെറുതായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മാസം മുമ്പ് വന്നിട്ടാകുമ്പം ഇങ്ങനെ പുല്ല് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ അമ്മാവൻ കുറേ ചെടിയെല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചെടിയെല്ലാം കൂടി ഓരോരോ സൈഡിലായിട്ട് വെച്ചിട്ട് ഒന്നും കൂടി ഗാർഡൻ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് എല്ലാവരും കൂടിയിട്ട് കേട്ടോ. എവിടുന്ന് കിട്ടിയ പോവാ ഞാൻ ആദ്യമായിട്ടോ കൂവ പൂങ്ങിയത് നിന്ന്. കൂവ പൊടി കുറുക്കിയിട്ടെല്ലാം തന്നിട്ടുണ്ട്. തന്നിട്ടോ കൂവക്കേങ്ങ്. കൂവ പൊടിയില്ലേ അമ്മ എനിക്കറിഞ്ഞൂടാ. ഇതന്നെ അല്ല കൂവ എന്തിനല്ലോ എനിക്ക് അന്ന് തന്നേപ്പാ. നല്ലത് നമ്മ പണ്ടേലും എത്ര ഉണ്ടാവും. ഇപ്പൊ നമുക്ക് തൈ കിട്ടിയ നടായിരുന്നു കൂടി. ഗീതേച്ചിയുടെ അടുത്തുണ്ട്. ഞാൻ ഗീതേച്ചിയോട് ചോദിച്ചോട്ടെ തൈ ഉണ്ടോ. കൂവ പക്ഷെ അതില്ലേ മുള്ളമ്പന്നി വന്നിട്ട് ഫുള്ള് തിന്നു. ഞാൻ പിന്നെ കറി വെക്കാൻ വേണ്ടിട്ട് കമല പിന്നെ നമ്മളെ ഇല ആയോ? അതിന്റെ ഇല ആയോന്ന് ഇല വിത്ത് തന്നിട്ടുണ്ടെന്നല്ല. അപ്പൊ നിങ്ങൾക്ക് അവിടെ നല്ല ഇട അറിയോ ആ വായാലും വെച്ചിട്ട് അതിനെ കുട്ടിയാ നല്ല തണുപ്പിന് നട്ടാല് ആവോ. അതൊന്ന് നട്ടാ നിങ്ങൾക്ക് കുറച്ച് പോരെ കുറേ ഇല വരുന്ന കറി വെക്കാം. ഓ ഇലയോ കറി വെക്കണ്ടേ? അതിന്റെ ഇല ആക്കി ഞാനത് വെച്ചിട്ട് അറിയില്ല. അങ്ങനത്തെ തിന്നണം. നല്ല കറിയെല്ലാം ഇടക്കിടക്ക് തിന്നാല് അതില്ലേ ഒന്നല്ലേ തിന്നു ചോറും വയ്ക്കണ്ടേ. ഒരു 11:30 ഇതുപോലെ കൂവക്കിഴങ്ങ് പൂങ്ങിയിട്ട് തിന്നിട്ടുണ്ടായിരുന്നു, പുഴുങ്ങി തിന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല കേട്ടോ. കൂവപ്പൊടി ഞാൻ കലക്കിയിട്ട് പാലിലെല്ലാം കലക്കിയിട്ടും വെള്ളത്തിൽ കലക്കിയിട്ടെല്ലാം കുറുക്കായിട്ടെല്ലാം കുടിക്കലുണ്ട്. പക്ഷേ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്തോ ഒരു പച്ച ചോ പോലെ. എന്തായാലും ഞാൻ ഒന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതെല്ലാം കഴിച്ച് പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പം കണ്ണൂരേക്ക് പോകാൻ വേണ്ടി റെഡിയായി. കണ്ണൂർ പോകുന്നതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഇവിടെ വെച്ച് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ക്രിസ്മസ് വെക്കേഷന് വേണ്ടിയിട്ടായിരിക്കും ഞാൻ പെരിയൊക്കെ പോകുന്നുള്ളത്. ഇനി അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. അന്നേരം പോയിട്ട് വരുമ്പോൾ 4-5 ദിവസം ഞാൻ നിൽക്കും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ടാകുമ്പോൾ നേരെ വയനാടേക്ക് പോകും. 2 സ്ഥലത്ത് പോകണമല്ലോ, വെക്കേഷനല്ലേ. അപ്പോൾ ഗൗരീൻ്റെ അമ്മമ്മേനെയും കാണാം, ഗൗരീൻ്റെ അച്ഛമ്മേനെയും കാണാം. അപ്പോൾ അതുകൊണ്ട് ഇനി ക്രിസ്മസ് വെക്കേഷന് പെരിയലത്തെ വിശേഷമെല്ലാമായിട്ട് കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത നല്ല നല്ല വീഡിയോസ് എല്ലാം ആയിട്ട് ഷോർട്സ് എല്ലാം ആയിട്ട് കാണാം കേട്ടോ. ബൈ.